ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയാണ് എറണാകുളം എടവനക്കാട്ടെ 4-അംഗ കുടുംബം. തീരപരിപാലന നിയമത്തിന്റെ പേരിൽ വീട് പണിയാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടതാണ് ഈ ദുരിതത്തിന് കാരണം. തലചായ്ക്കാൻ ഒരിടം, അങ്ങനെയല്ലാതെ ഈ ഷെഡിന് വീടെന്ന വിശേഷണം അർഹിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് എടവനക്കാട് ഗ്രാമപഞ്ചായത്താണ്. കെട്ടിട നമ്പർ അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഷെഡ് വീടാക്കി മാറ്റാൻ അനുവദിക്കാത്തത് പഞ്ചായത്ത് തന്നെയാണ്. നിർമ്മാണാനുമതിക്ക് തടസ്സമായി പല കാരണങ്ങളാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ തീരപരിപാലന നിയമത്തിന്റെ പേര് പറഞ്ഞ് ഇവരുടെ അപേക്ഷയ്ക്കുമേൽ ചുവപ്പ് നാടകെട്ടി. ആദ്യം പറഞ്ഞത് നിങ്ങള് റേഷൻ കാർഡ് VPL ആയിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാം ഞങ്ങൾ ശരിയാക്കി കൊണ്ടുപോയി ചെല്ലുന്നു. ഈ കൊല്ലം ഞങ്ങൾ എല്ലാം കൊടുക്കുകയും ചെയ്തു. ഈ കൊല്ലം മതിക്കുന്ന മുമ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെഡിനെന്ന നമ്പർ നേരത്തെ ഞങ്ങൾ ഇട്ടേക്കണതുമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇത് CRC പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തതെന്നാണ് പറയണത്. ചെറിയൊരു മഴയിൽ പോലും ഷെഡിലേക്ക് വെള്ളമിരച്ചെത്തും. ഇഴജന്തുക്കളുടെ ശല്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഇവരെ വേട്ടയാടുന്നുണ്ട്. കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ കിടക്കാട് നിവൃത്തിയിലല്ല നിർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. തീരപരിപാലന നിയമത്തിൽ വന്ന ഭേദഗതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തതാണ് പലരെയും പ്രതിസന്ധിയിലാക്കിയത്. വീട് പുതുക്കി പണിയാൻ പോലുമാകാതെ 120-ലധികം കുടുംബങ്ങൾ എടവനക്കാട് മാത്രമുണ്ട്. ഇതൊരു പുറമ്പോക്ക് കാഴ്ചയല്ല. ഒരു പതിറ്റാണ്ടിലേറെയായി ദുരിതത്തിലാണ് ഈ കുടുംബം. സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. അക്ഷയ് വ്യാസിനൊപ്പം മോസ്ന സു, മീഡിയ 1, കൊച്ചി.